വയനാടിനൊരു കൈത്താങ്ങായി ക്ലാസിക് ക്ലബ് മൂച്ചിക്കലിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച സാധനങ്ങൾ ക്യാമ്പുകളിലെത്തിച്ചു. വയനാട്ടിലെ വിവിധ കളക്ഷൻ സെന്ററിലെയും ക്യാമ്പുകളിൽ സേവനം ചെയ്യുന്ന വളണ്ടിയർമാരെയും ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് ഏറ്റവും ആവശ്യമായ സാധനങ്ങളാണ് ശേഖരിച്ചത്. വയനാട് റിലീഫ് ക്യാമ്പയിന്റെ കളക്ഷൻ കോർഡിനേറ്ററായി ക്ലബ് മെമ്പറായ സഫു പ്രവർത്തിക്കുകയും ക്ലബ്ബ് പ്രസിഡന്റ് ഷനാഫ് പാറമ്മൽ, ട്രഷറർ ഷക്കീബ് എന്നിവർ നേതൃത്വം നൽകുകയും ചെയ്തു. 2 ദിവസം കൊണ്ട് തന്നെ വലിയ രീതിയിൽ സാധനങ്ങൾ ക്ലബിലെത്തി. നാട്ടുകാരും വ്യാപാരികളും വിദേശത്ത് ജോലി ചെയ്തു വരുന്നവരും ക്ലബ്ബ് മെമ്പർമാരും ക്യാമ്പയിനിൽ പങ്കാളികളായി. നമ്മുടെ നാട്ടുകാരും അതുപോലെ ഈ സ്ഥലത്തെ വ്യാപാരികളും അതുപോലെ മറ്റു ക്ലബ്ബ് മെമ്പർമാരും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 3 ദിവസമായി നമ്മൾ ഈ കളക്ഷൻ തുടങ്ങിയിട്ടില്ല. ഈ കളക്ഷനായിട്ട് നമുക്ക് ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. ഈ കളക്ഷൻ കോർഡിനേറ്റർ സഫു പ്രവർത്തിക്കുകയും ക്ലബിൻ്റെ പ്രസിഡൻ്റായ ഷനാഫ് പാറമ്മൽ ഇതിന് നേതൃത്വം കൊടുക്കുകയും മറ്റെല്ലാ മെമ്പർമാരുടെയും പ്രവർത്തന ഫലം മൂലമാണ് നമുക്ക് 3 ദിവസം കൊണ്ട് ഇത്തരത്തിലൊരു സാധനങ്ങൾ ശേഖരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വയനാട് മേപ്പാടിയിൽ 300ഓളം പേർ താമസിക്കുന്ന സെന്റ് ജോസഫ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലേക്കും മറ്റു കളക്ഷൻ സെന്ററിലേക്കും സാധനങ്ങൾ നേരിട്ടെത്തിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും ക്ലബിന്റെ സെക്രട്ടറി സജാസ് CP നന്ദി പറഞ്ഞു. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്തിന്റെ പുനരധിവാസത്തിനു വേണ്ടിയും ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ക്ലബ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.